നമസ്കാരം, ഞാൻ മഞ്ജു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കോൺഗ്രസ് പ്രതിനിധികൾ മദ്യശാലകൾക്ക് വേണ്ടി വാദിക്കുന്നത് മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് TN പ്രതാപൻ MLA. സർക്കാർ പ്രതിനിധികൾ മദ്യലോബിയുടെ പ്രതിനിധികളായി മാറിയെന്നും MLA. ശക്തമായ മഴയിലും ഇടിമിന്നലിലും ജില്ലയിൽ 10 വീടുകൾ ഭാഗികമായി തകർന്നു. ഇടിമിന്നലിൽ ഒരാൾക്ക് പരിക്കേറ്റു. പലയിടത്തും വ്യാപകമായ കൃഷിനാശം. ഒല്ലൂരിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ രാജു കൊക്കൻ റിമാൻഡിൽ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി സൂചന. വാർത്തകൾ വിശദമായി. ചാരായം നിരോധിച്ച ആന്റണിയുടെ പിന്തുണക്കാർ മദ്യശാലകളെ അനുകൂലിക്കുന്നതും ലൈസൻസ് നൽകണമെന്ന് പറയുന്നതുമെല്ലാം കോൺഗ്രസിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് TN പ്രതാപൻ MLA പറഞ്ഞു. നിലവാരമില്ലാത്ത ബാറുകളുടെ ലൈസൻസ് പുതുക്കരുത്, വില കൂടിയ മദ്യം നിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച തപസ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പ്രതിനിധികൾ മദ്യലോബിയുടെ പ്രതിനിധികളാകരുത്. ദൈവത്തിന്റെ സ്വന്തം നാട് മദ്യത്തിന്റെ സ്വന്തം നാടായി മാറി. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മദ്യം വ്യാപകമായി വിതരണം ചെയ്യാനാണ് മാറി മാറി വരുന്ന സർക്കാരുകളുടെ ശ്രമം. ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിൽ LDFും UDFും മത്സരിക്കുകയാണെന്ന് പ്രതാപൻ അഭിപ്രായപ്പെട്ടു. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ഇപ്പോഴും പരിപൂർണമായും കഴിഞ്ഞിട്ടില്ല. കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നതിന് പകരം മനുഷ്യന് മദ്യം കുടിക്കാൻ വിളമ്പി കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് എല്ലാ ഗവൺമെന്റുകളുടെയും പ്രത്യേകമായ താല്പര്യം. ലൈസൻസ് പുതുക്കി നൽകാൻ ഭരണപക്ഷം തയ്യാറെടുക്കുമ്പോൾ പ്രതിപക്ഷം മൌനം പാലിക്കുകയാണെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. സമിതി സംസ്ഥാന പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷനായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് വർഗീസ് നീലങ്കാവിൽ, ശശീന്ദ്രൻ കുണ്ടുവാറ, ജോയ് മണ്ണൂർ, സോമൻ പിള്ള, CC സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലും ഇടിമിന്നലിലും 10 വീടുകൾ ഭാഗികമായി തകർന്നു. ഇടിമിന്നലിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട, കാർളം, ചിറ്റാറ്റുകര, വല്ലച്ചിറ, എട്ടുമുന, ചെറുതുരുത്തി, പീച്ചി, പൂവഞ്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ചിറ്റാറ്റുകര സ്വദേശി പൊന്നാരശ്ശേരി ലോഹിതാക്ഷന്റെ ഭാര്യ രാജിക്കാണ് ഇടിമിന്നലിൽ പരിക്കേറ്റത്. പരിക്കേറ്റ രാജിയെ മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലയിടത്തും വ്യാപകമായ കൃഷിനാശമുണ്ടായി. ഇരിങ്ങാലക്കുട, കാർളം മേഖലയിൽ ശക്തമായ കാറ്റിൽ 500ഓളം നേന്ത്രവാഴകൾ നശിച്ചു. ഇരിങ്ങാലക്കുട, കാർളം മേഖലയിൽ 4 വീടും, ചിറ്റാറ്റുകരയിൽ 2 വീടും, പീച്ചിയിൽ 3 വീടും, ചെറുതുരുത്തിയിൽ 1 വീടും ഭാഗികമായി തകർന്നു. അതേസമയം ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കളക്ടർ ഉദ്യോഗസ്ഥന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഒല്ലൂരിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ രാജു കൊക്കനെ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ ഒല്ലൂർ CI സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വൈദികനെ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചത്. നാഗർകോവിലിൽ നിന്നും പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ ദൃശ്യമാധ്യമ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ക്യാമറാമാൻമാരെ കബളിപ്പിച്ച് വൈദികനെ സ്റ്റേഷനകത്തെ ഇരുട്ടുമുറിയിലേക്ക് മാറ്റി. ക്യാമറ ലൈറ്റുകൾ തെളിഞ്ഞപ്പോൾ വെള്ള തോർത്തുകൊണ്ട് പ്രതി മുഖം മറച്ചു. ജില്ലാ ആശുപത്രിയിലെത്തി മെഡിക്കൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് പ്രതിയെ ഈസ്റ്റ് സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് AS ബിജുമോന് മുൻപിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതായി അറിയുന്നു. കഴിഞ്ഞ മാസം 24-നാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. തൈക്കാട്ടുശ്ശേരി പള്ളി വികാരിയായിരുന്ന ഫാദർ രാജു കൊക്കനെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഇതേ തുടർന്ന് മുങ്ങിയ പ്രതിയുടെ മൊബൈൽ ഫോൺ കോൾ പിന്തുടർന്നെത്തിയ അന്വേഷണ സംഘം നാഗർകോവിലിലെ പൂതപ്പാടിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട ക്ലാസിൽ പങ്കെടുക്കാനെത്തിയ 9-കാരിയെ ഉടുപ്പ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഫാദർ രാജു കൊക്കൻ പീഡനത്തിന് ഇരയാക്കിയത്. കൊടുങ്ങല്ലൂരിൽ അടച്ചുപൂട്ടിയ ബാറിലെ ജീവനക്കാരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി.
ടി.കെ.എസ്പുരത്തെ കൈരളി ബാർ ഹോട്ടലിലെ ബാർമാൻ മാള പുത്തൻചിറ ഏഴാംപുള്ളി വീട്ടിൽ 50 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് ഹോട്ടലിനു സമീപത്തുള്ള ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11:30 ബാറിലെത്തിയ ഉണ്ണികൃഷ്ണൻ സുഹൃത്തുക്കളുമായി സംസാരിച്ചതിനു ശേഷം ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് മുറിയിലെത്തിയ മറ്റു ചില ബാർ ജീവനക്കാരാണ് ഉണ്ണികൃഷ്ണനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും കേരള ഗവർണറുമായ ഷീല ദീക്ഷിത് തൃശൂർ പൂരം കാണാനെത്തും. ഗവർണറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പോലീസ് സുരക്ഷാ നടപടികൾ തുടങ്ങി. തൃശൂർ പൂരത്തിന്റെ തലേനാളായ വ്യാഴാഴ്ച എത്തുന്ന ഗവർണർ ആനച്ചമയവും പൂരദിവസം നടക്കുന്ന കുടമാറ്റവും കണ്ടാണ് മടങ്ങുക. ഗവർണറോടൊപ്പം ബന്ധുക്കളായ 4 പേരും ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കുടമാറ്റ സമയത്ത് ഗവർണർക്ക് അതീവ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ആശങ്കയുണ്ട്. ഇരു ദേവസ്വങ്ങളുമായി ആലോചിച്ച് പോലീസ് സുരക്ഷാ പദ്ധതികൾ തയ്യാറാക്കും. ഇടവേള. വാർത്തകളിലേക്ക് ഇനി പൂരവിശേഷങ്ങൾ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സ്വാദ് B2B ആട്ട, സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. പുളിമൂട്ടിൽ സിൽക്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. പൂരത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുമായി ഓർമ്മപൂരം. തൃശൂരിലും പരിസരങ്ങളിലുമുള്ള 8 ദേവിമാരുടെയും 2 ശാസ്താക്കളുടെയും വടക്കുനാഥ സന്നിധിയിലെ സംഗമമാണ് തൃശൂർ പൂരം. മേടമാസത്തിലെ പൂരം നാളിൽ ആഘോഷിക്കുന്ന പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളാണ് പാറമേക്കാവും തിരുവമ്പാടിയും. ഈ ക്ഷേത്രങ്ങളുടെ ചരിത്രമാണ് ഇന്നത്തെ ഓർമ്മപൂരത്തിൽ. അങ്ങാടിപ്പുറം തിരുമാന്താം കുന്നിലെ ദേവീ ചൈതന്യമാണ് പാറമേക്കാവ് ഭഗവതി എന്നാണ് വിശ്വാസം. തൃശൂരിലെ പുരാതനമായ നായർ തറവാടായ അപ്പാട്ട് കുറുപ്പാൾ കുടുംബത്തിലെ കാരണവർ തിരുമാന്താം കുന്നിൽ അമ്മയുടെ ഉപാസകനായിരുന്നുവെന്നാണ് ഐതിഹ്യം. പ്രായാധിക്യം മൂലം അവശനായ അദ്ദേഹം ഒരിക്കൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞി ചുവട്ടിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട വെച്ച് വിശ്രമിച്ചു. കുട തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട അനക്കാൻ കഴിയുന്നില്ല. പ്രശ്നവശാൽ ദേവീ ചൈതന്യം കുടയിലുണ്ടെന്ന് മനസ്സിലായതോടെ തന്റെ കുടുംബക്കളരിയിലും ഇലഞ്ഞിത്തറയിലും പ്രതിഷ്ഠിച്ച് തുടങ്ങാമെന്ന് കാരണവർ ദേവിയോട് പ്രാർത്ഥിച്ചു. ഇലഞ്ഞി മരച്ചുവട്ടിൽ ആരാധിച്ചു വന്ന ഭഗവതിയെ പിന്നീട് ക്ഷേത്ര വിപുലീകരണത്തിന്റെ ഭാഗമായി ഇലഞ്ഞിത്തറയിൽ നിന്ന് ആവാഹിച്ച് നിലവിലെ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള പാറോം മരത്തിന്റെ ചുവട്ടിലേക്കാണ് പ്രതിഷ്ഠ മാറ്റിയത്. പാറോം മരച്ചുവട്ടിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിനാലാണ് പാറോക്കാവെന്നും പിന്നീട് പാറമേക്കാവെന്നും അറിയപ്പെടാൻ തുടങ്ങിയതെന്നാണ് വിശ്വാസം. ഇലഞ്ഞിത്തറ മേളത്തിലൂടെ ഭഗവതി ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളുന്നുവെന്നാണ് സങ്കല്പം. തൃശൂരിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി. തിരുവമ്പാടിയിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും അവിടെ ദേവിയെയും പ്രാധാന്യത്തോടെ പൂജിക്കുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് പട്ടാളത്തെ ഭയന്ന് എടക്കളത്തൂരിൽ നിന്ന് ശാന്തിക്കാരൻ എടുത്തോടിയ വിഗ്രഹമാണ് ഇപ്പോഴത്തെ തിരുവമ്പാടിയിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. വടക്കേ അങ്ങാടിയിലെ കണ്ടൽ കാവിലായിരുന്നു ആദ്യ പ്രതിഷ്ഠ. കൃഷ്ണനോടൊപ്പം പോന്നതായി കരുതുന്ന ബാലഭദ്രകാളിയെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എടക്കളത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം ആദ്യം കാറ്റാനപ്പുള്ളി മനയിൽ കുടിയിരുത്തിയതായും ഐതിഹ്യമുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ധനുമാസവേലയും മേടമാസത്തിലെ പൂരവും ഭഗവതിയുടേതാണ്. എന്നാൽ ചിങ്ങമാസത്തിലെ അഷ്ടമീരോഹിണിയും ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശിയും കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്. പന്തലുകളും വെടിക്കെട്ടുമാണ് ഇവയിൽ പ്രധാനം. പ്രദക്ഷിണ വഴിയിൽ പന്തലുയർത്താൻ ഇവർക്കേ അവകാശമുള്ളൂ. വെടിക്കെട്ടിനുള്ള അവകാശവും ഇവർക്ക് മാത്രം. ഫെസ്റ്റിവൽ ഡെസ്ക് TC. തൃശൂർ പൂരത്തിൽ നിലച്ചുപോയ ഒരു ചടങ്ങുണ്ട്.
പൂരത്തലേന്ന് പൂരപങ്കാളികളായ 10 ദേവീദേവന്മാർ വടക്കേച്ചിറ കോവിലകത്ത് പോയി നടത്തുന്ന കോലോത്തും പൂരം എന്ന ചടങ്ങ്. ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങിയ കോവിലകത്തും പൂരം എന്ന കോലോത്തും പൂരമാണ് ഇന്നത്തെ ഓർമ്മപൂരത്തിൽ. തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നതാണ് കോവിലകത്തും പൂരം. പൂരത്തിന്റെ പഴയകാല സ്മരണകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിലച്ചുപോയ ഈ ചടങ്ങ് ഓർമ്മയിലേക്ക് ഓടിയെത്തും. ഒപ്പം പൂരത്തിന് സാക്ഷിയായിരുന്ന ഈ കൊട്ടാരവും. പഴയ രാജഭരണകാലത്തിന്റെ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന വടക്കേച്ചിറ കോവിലകമെന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ് കോവിലകത്തും പൂരം കൊട്ടിക്കയറിയിരുന്നത്. പണ്ടുകാലത്ത് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ദിവസം പൂരപ്പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും മറ്റ് പൂരം പങ്കാളികളായ 8 ദേവീദേവന്മാരും വടക്കേച്ചിറ കോവിലകത്ത് എത്തി നടത്തുന്നതാണ് കോലോത്തും പൂരം. കേട്ടുകേൾവിയുള്ള കോവിലകത്തും പൂരത്തിന് മൂകസാക്ഷിയായി ഉള്ളത് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയമായി മാറിയ ഈ ശക്തൻ തമ്പുരാൻ കൊട്ടാരമാണ്. കൊച്ചി രാജാവിന്റെ താമസ സ്ഥലമായ വടക്കേച്ചിറ കോവിലകത്തിന്റെ മുറ്റത്ത് പൂരപ്പങ്കാളികളായ 10 ദേവീദേവന്മാർ പറയെടുക്കാനെത്തുന്ന ചടങ്ങാണ് കോലോത്തും പൂരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. പൂരം നേരിട്ട് കാണാൻ എഴുന്നള്ളാത്ത മഹാരാജാവിനും കുടുംബാംഗങ്ങൾക്കുമായി ഒരുക്കിയിരുന്ന ഒരു ചെറുപൂരം. തൃശൂർ പൂരം വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ശക്തൻ തമ്പുരാൻ അവസാന വിശകലനത്തിനായി പൂരപ്പങ്കാളികളെ വിളിച്ചുവരുത്തി പ്രകടനം കണ്ട് വിലയിരുത്തുകയും പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത് കോലോത്തും പൂരത്തിലൂടെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ചാടിക്കൊട്ട് ആയിരുന്നുവത്രേ കോവിലകത്തും പൂരത്തിലെ വാദ്യശൈലി. കലാപ്രതിഭകളെ ആദരിക്കുന്നതിൽ മടി കാണിക്കാത്ത കൊച്ചി രാജവംശം പൂരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിച്ചിരുന്നതായും രേഖകളിൽ കാണാം. സന്ധ്യ മുതൽ ആരംഭിക്കുന്ന കോവിലകത്തും പൂരം പുലർച്ചെ വരെ നീളുമത്രേ. അവസാനം നടക്കുന്ന എഴുന്നള്ളിപ്പ് കഴിഞ്ഞാണ് നെയ്തലക്കാവിലമ്മ തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുരനട തുറന്നിട്ട് മടങ്ങിയിരുന്നത്. കോവിലകത്തും പൂരം ഓർമ്മകളിലേക്ക് ഓടിമറിഞ്ഞെങ്കിലും നെയ്തലക്കാവിലമ്മയുടെ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നു. കോവിലകത്തും പൂരം നിലച്ചെങ്കിലും കോവിലകത്തും പൂരത്തിന്റെ ഓർമ്മകൾ ഈ കൊട്ടാരമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൃശൂർ പൂരം ഉള്ളിടത്തോളം കാലവും അതിനുശേഷവും പൂരത്തിന്റെ ഓർമ്മകളിൽ വടക്കേച്ചിറ കോവിലകമെന്ന ഈ ശക്തൻ തമ്പുരാൻ കൊട്ടാരവും കോവിലകത്തും പൂരവുമെല്ലാം നിറഞ്ഞു നിൽക്കും. ക്യാമറമാൻ ഫാരിസ് മുഹമ്മദിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. പൂരത്തിന് കൊടിയേറിയതോടെ പ്രധാന പൂരപങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ നിന്നും ഘടക ക്ഷേത്രങ്ങളിൽ നിന്നും പറപുറപ്പാട് ആരംഭിച്ചു. പൂരക്കൊടിയേറ്റത്തിന് പിറ്റേന്ന് മുതലാണ് പറപുറപ്പാട് ആരംഭിക്കുന്നത്. കൊടിയേറ്റ ദിവസം കൊടിയേറ്റിക്കഴിഞ്ഞാൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ പൂരം എഴുന്നള്ളിപ്പ് നടത്തും. പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലൂടെ കൊക്കുർണിയിലെത്തി ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനം വഴി നടുവിൽ മഠത്തിലെത്തി പടിഞ്ഞാറേച്ചിറയിൽ ആറാട്ട് നടത്തിയാണ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുക. 2ാം ദിവസം മുതലാണ് ഓരോ ദേശങ്ങളിലേക്കും ക്ഷേത്രത്തിൽ നിന്ന് പൂരം വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പറപുറപ്പാട് ആരംഭിക്കുന്നത്. പൂരക്കൊടിയേറ്റം കഴിഞ്ഞാൽ തട്ടകത്തിലുള്ള എല്ലാ വീടുകളിലും പൂരവിളംബരം അറിയിക്കാനാണ് പറപുറപ്പാട് നടത്തുന്നത്. തൃശൂർ പൂരം ആരംഭിച്ചത് മുതൽ ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച എല്ലാ ചടങ്ങുകളും യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നു പോകുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി C. വിജയനും പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K. മനോഹരനും പറയുന്നു. ദേശങ്ങളിലും ഭഗവതി നേരിട്ടെത്തി പൂരത്തിന്റെ വിളംബരം പ്രദാനം ചെയ്യുക എന്നുള്ള ചടങ്ങാണത്. അങ്ങനെ ഓരോ ദിവസം ദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലെത്തി പൂരത്തിന്റെ തലേ ദിവസം അവസാനിക്കുകയാണ്. ദേവി ദേശങ്ങളിലേക്ക് എഴുന്നള്ളി ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തും. ദിവസവും രാവിലെ ചെണ്ടവാദ്യ കലാകാരന്മാരുടെ അകമ്പടിയോടെ വിളംബരമറിയിച്ച് ആനപ്പുറത്തെഴുന്നള്ളുന്ന ഭഗവതിമാർ രാത്രിയോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. പറയെടുപ്പ് ദിവസം ഓരോ ദേശത്തും ഇറക്കിപ്പൂജയും വിശ്രമവും ഉണ്ടാകും. പൂര സമാപന ദിവസമായ ഈ മാസം 10-ന്
പറയെടുപ്പ് കഴിഞ്ഞ് ആറാട്ടിന് ശേഷം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി നടത്തുന്ന പൂജകൾക്ക് ശേഷമാണ് കൊടിയിറക്കം. TCV ന്യൂസ്, തൃശൂർ. പൂരാവേശം വാനോളം ഉയർത്താൻ അണിയറയിൽ കുടകളുടെ അവസാനവട്ട മിനുക്കുപണിയിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. വർണ്ണവിസ്മയം തീർക്കാൻ സ്പെഷ്യൽ കുടകൾ ഉൾപ്പെടെ പുതുമയാർന്ന കുടകളാണ് ഒരുങ്ങുന്നത്. തൃശൂർ പൂരത്തിന്റെ മുഴുവൻ ആവേശവും അറിയണമെങ്കിൽ വർണ്ണക്കുടകൾ വാനോളം ഉയർന്നു പൊങ്ങുന്ന കുടമാറ്റം കാണണം. മാറി മാറി ഉയരുന്ന കുടകളുടെ ദൃശ്യവിസ്മയം ഓരോ പൂരപ്രേമികളെയും ആവേശക്കുട ചൂടിക്കും. തെക്കോട്ടിറക്കം കഴിഞ്ഞ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തേക്കിൻകാട് മൈതാനിയിൽ മുഖാമുഖം അണിനിരക്കുമ്പോൾ ആരവങ്ങൾക്കിടയിൽ മാനത്തുയരുന്ന കുടകളുടെ അഴകും ആവേശവും വാക്കുകൾക്ക് അതീതമാണ്. മാനത്ത് നിറങ്ങളുടെ മഴവില്ല് തീർക്കുന്ന കുടകളുടെ നിർമ്മാണത്തിൽ ചുക്കാൻ പിടിക്കുന്നത് തിരുവമ്പാടിക്ക് വേണ്ടി അരണാട്ടുകര സ്വദേശി പുരുഷോത്തമനും പാറമേക്കാവിനു വേണ്ടി കുന്നത്തങ്ങാടി സ്വദേശി വസന്തനുമാണ്. കഴിഞ്ഞ 4 വർഷമായി തിരുവമ്പാടിക്ക് വേണ്ടി കുട നിർമ്മിക്കാൻ നേതൃസ്ഥാനത്ത് പുരുഷോത്തമനുണ്ട്. 2 മാസത്തെ നിരവധി പേരുടെ പ്രയത്നം കൊണ്ടാണ് തിരുവമ്പാടിയുടെ വർണ്ണക്കുടകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 4ാമത്തെ വർഷമാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനച്ചമയങ്ങളുടെ പണികൾക്ക് നേതൃത്വം വഹിക്കുന്നത്. എൻ്റെ കീഴിൽ ഒരു 12 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 മാസത്തോളമായി ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ട് പണിയൊക്കെ ഏകദേശം ഒരുവിധം 90% അതിനായി മാക്സിമം നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പൂരത്തിന് കാണാവുന്നതാണ് എല്ലാവർക്കും. 45 സെറ്റ് കുടകളാണ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഒരു സെറ്റിൽ 15 കുടകളാണ് ഉണ്ടാവുക. കഴിഞ്ഞ 34 വർഷമായി പാറമേക്കാവിന്റെ കുട നിർമ്മാണത്തിൽ നേതൃസ്ഥാനം വസന്തനാണ്. ഇത്തവണ 500-ലധികം കുടകളാണ് പാറമേക്കാവിനു വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത്. ഞാൻ 34ാമത്തെ കൊല്ലാണ് പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി ആനച്ചമയങ്ങൾ ഒരുക്കുന്നത്. ഞങ്ങൾ 2.5 മാസമായി ഈ ചമയത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിട്ട് 50 സെറ്റ് കുടയാണ് ഞങ്ങൾ ഇത്തവണ കുടമാറ്റത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വെൽവെറ്റ്, ചൈന സിൽക്ക്, സാറ്റിൻ തുടങ്ങിയ തുണികളാണ് കുട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. മദ്രാസ്, ബോംബെ, സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് തുണികൾ കൊണ്ടുവരുന്നത്. കുടയുടെ ഫ്രെയിം നിർമ്മിക്കലാണ് ആദ്യഘട്ടം. പിന്നീട് ഫ്രെയിമിൽ തുണി തുന്നിപ്പിടിപ്പിച്ചതിന് ശേഷം നടത്തുന്ന അലങ്കാര പണികളാണ് കുടകളുടെ മനോഹാരിത കൂട്ടുന്നത്. സ്പെഷ്യൽ കുടകൾ രഹസ്യമായാണ് ഒരുക്കുന്നത്. ഇനി കാത്തിരിപ്പാണ് വൈവിധ്യം നിറഞ്ഞ കുടമാറ്റത്തിനായി. തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങാണ് കുടമാറ്റം. വൈവിധ്യത നിറഞ്ഞ കുടകൾ ഇരു ദേവസ്വങ്ങളുടെയും അഭിമാന പ്രശ്നം കൂടിയാണ്. അതിനാൽ തന്നെ വ്യത്യസ്തത നിറഞ്ഞ കുടകളുടെ അവസാനവട്ട മിനുക്കുപണിയിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ക്യാമറമാൻ ബിജു ആമക്കോടിനൊപ്പം ലിറ്റി ജോൺ, TCV ന്യൂസ്. ഇനി പൂരക്കാഴ്ച. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ ദീപാലങ്കൃതമായ ഗോപുരങ്ങളാണ് ഇന്നത്തെ പൂരക്കാഴ്ചയിൽ. പ്രമുഖരുടെ പൂരാനുഭവങ്ങളുമായി എന്റെ പൂരം. ഇന്നത്തെ എന്റെ പൂരത്തിൽ ചലച്ചിത്ര താരം മാളവിക. ഏറ്റവും ഇഷ്ടം കാണാൻ വെടിക്കെട്ട് തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വെടിക്കെട്ട് നല്ലോണം കാണാൻ പറ്റും. കാരണം നേരെ റൗണ്ടിൽ സെൻറ്ററിൽ തന്നെയാണ് വീട്. അപ്പോൾ വീട്ടിൽ കുറേ ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് വരും. അപ്പോൾ വെടിക്കെട്ടാണ് എല്ലാ പ്രാവശ്യവും നന്നായി ആസ്വദിക്കാറുള്ളത്. ഇപ്രാവശ്യം വെടിക്കെട്ടിന് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ പൂരത്തിൽ മേളം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം വീട്ടിലിരുന്നാൽ തന്നെ കേൾക്കാം. അതുകൊണ്ട് പൂരം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്.
തൃശൂർ പൂരം 2014 ഇൻഫർമേഷൻ കൌണ്ടർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹരിദാസ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, പൂരം ഏകോപന സമിതി പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PV രത്തൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഈ മാസം 9-ന് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ കാര്യാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്, മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സ്വാദ് B2B ആട്ട, സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം, തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. പുളിമൂട്ടിൽ സിൽക്സ്, കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. ഇടവേള. വാർത്തകളിലേക്ക്. ഇനി പാവർട്ടി തിരുനാൾ വിശേഷങ്ങൾ. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണ വീഥി അലങ്കരിക്കാൻ വർണ്ണത്തോരണങ്ങളെത്തി. സപ്തവർണ്ണങ്ങളിലാണ് ഇത്തവണ പ്രദക്ഷിണ വീഥി അലങ്കരിക്കുന്നത്. 125 കിലോയോളം അരങ്ങ് ഇതിനായി തയ്യാറായി കഴിഞ്ഞു. ഒരു വർണ്ണത്തിന്റെ 12 വരി അരങ്ങുകൾ കഴിഞ്ഞാണ് മറ്റൊരു വർണ്ണം അരങ്ങുകൾ കെട്ടുക. ഇപ്രകാരം കെട്ടുന്ന അരങ്ങുകൾക്ക് ഇരുവശത്തുമായി വെള്ള നിറമുള്ള അരങ്ങുകൾ കരയായി കെട്ടും. മഴവിൽ വർണ്ണ തോരണങ്ങൾക്കിടയിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടികളും സ്ഥാപിക്കുന്നുണ്ട്. 20 വലിയ തൂണുകളിലും 20 ചെറിയ തൂണുകളിലുമായാണ് തോരണങ്ങളും കൊടികളും സ്ഥാപിക്കുക. കുലച്ച വാഴയും ഇളനീരും ഇത്തരം കാലുകളിൽ കെട്ടി ഇത്തവണ അലങ്കരിക്കുന്നുണ്ട്. പാവർട്ടി പാലുവായി റോഡരികിലുള്ള ജാസ്മിൻ സ്റ്റിച്ച് ഗാലറിയാണ് വർണ്ണ തോരണങ്ങൾ ഒരുക്കുന്നത്. 10ഓളം തൊഴിലാളികൾ ഒരാഴ്ചയായി വർണ്ണ തോരണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം മഴവിൽ വർണ്ണങ്ങൾ മേലാപ്പു ചാർത്തിയ കമനീയമായ പ്രദക്ഷിണ വീഥിയിലൂടെയാണ് കടന്നുപോവുക. പാവർട്ടി തിരുനാളിന് സേവനം ചെയ്യുന്ന 1001 സന്നദ്ധ സേനയ്ക്ക് തീർത്ഥകേന്ദ്രത്തിൽ പരിശീലനം നൽകി. ഗുരുവായൂർ ACP ജയചന്ദ്രൻ പിള്ള സന്നദ്ധ സേനയ്ക്കുള്ള പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ CI K സുദർശൻ, പാവർട്ടി SI PR ബിജോയ്, ട്രസ്റ്റി ചെറിയാൻ, ഫാദർ ബിനോയ് ചാത്തനാട്ട്, വളണ്ടിയർ ക്യാപ്റ്റൻ ജിയോ ജോൺ എന്നിവർ സംസാരിച്ചു. തിരുനാളോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിൽ പ്രത്യേക പോലീസ് കൺട്രോൾ റൂം തുറക്കും. മാല പൊട്ടിക്കൽ, മോഷണം എന്നിവ തടയുന്നതിനായി മഫ്തി പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തും. തീർത്ഥകേന്ദ്ര പരിസരത്ത് പ്രധാന റോഡുകളിലും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. വളണ്ടിയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥകേന്ദ്രം പരിസരങ്ങളിൽ വയർലെസ് സെറ്റ് ഉപയോഗിക്കും. 250ഓളം അധിക പോലീസുകാരെയും സേവനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ടോൾമെൻ അസോസിയേഷനിൽ നിന്നുള്ള വളണ്ടിയർമാരും ആരോഗ്യവകുപ്പ്, വൈദ്യുതി വകുപ്പ്, അഗ്നിശമന സേന, ജലവിഭവ വകുപ്പ്, ആക്ട് പ്രവർത്തകർ തുടങ്ങിയ പ്രവർത്തകരും സേവന സന്നദ്ധരായി ശനി ഞായർ ദിവസങ്ങളിൽ രംഗത്തുണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ചുള്ള വളണ്ടിയർ സേനയുടെ ഫേസ്ബുക്ക് പേജും ACP ജയചന്ദ്രൻ പിള്ള പ്രകാശനം ചെയ്തു. ഒല്ലൂർ കണ്ടലുമഠം ഗ്യാസ് ഏജൻസിയിലെ തൊഴിൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗ്യാസ് ഏജൻസി തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രകടനം നടത്തി. പടിഞ്ഞാറേക്കോട്ട പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് UP ജോസഫ് അധ്യക്ഷനായിരുന്നു. NK അക്ബർ, T ദിനേശൻ, ജോസ് എന്നിവർ സംസാരിച്ചു. നഴ്സസ് വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് റാലിയും തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടാകും. ജില്ലാ കളക്ടർ MS ജയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് വീണ്ടും മർദ്ദനം. ബാംഗ്ലൂർ കൊറമംഗലം സ്വദേശിനി അനുരാധയാണ് മർദ്ദനമേറ്റതായി ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത്.
ദേവസ്വത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മണത്തല സ്വദേശിനി നെടിയടത്ത് പുഷ്പാർജിനിക്കെതിരെയാണ് പരാതി. നാലമ്പലത്തിനകത്ത് വരി നിൽക്കുമ്പോൾ അനുരാധയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുവെന്നും ചെറുത്തുനിന്നതോടെ മർദ്ദിക്കുകയായിരുന്നുവെന്നും അനുരാധ പറയുന്നു. എന്നാൽ മറ്റു ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ അരമണിക്കൂറോളം വരിയിൽ നിൽക്കുന്നത് കണ്ട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അനുരാധ തട്ടിക്കയറുകയായിരുന്നുവെന്നും തുടർന്ന് ഇവരും അമ്മ ലക്ഷ്മി രാമനും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും ആരോപണവിധേയയായ പുഷ്പാർജിനി പറഞ്ഞു. രണ്ടാമത് വന്നിട്ട് അവര് ഇതേപോലെ വന്നപ്പോൾ അതാ ശ്രീധ രണ്ടാമത് വരുന്നു. പിന്നെ ഇനി ഇതാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി വരണതാന്ന് പറഞ്ഞ് അതേ സ്പോട്ടിൽ തന്നെ ആ കമ്പി ഒന്ന് പിടിച്ചു നിന്നു. അപ്പോൾ മാറാൻ പറഞ്ഞപ്പോൾ കണ്ടു അവരുടെ അമ്മ ആദ്യം എൻ്റെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട. അത് കഴിഞ്ഞ വശം തന്നെ അടിച്ച് അവിടെ നിന്ന് ഇത്തിരി കഴിയുമ്പോഴേക്കും ആ മോളും അടിച്ചു. അപ്പോൾ അവരെല്ലാവരും എന്താ ഈ കാണുന്ന ഈ അമ്പലത്തിന്റെ പേര് കളയാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നു കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു 4-5 ദിവസമായി ഇതിന് മെനക്കെട്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ടെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി എന്താ ഈ കാണുന്ന ചേച്ചിനെ പിടിച്ചടിക്കും രണ്ടുപേരെന്ന് പറഞ്ഞിട്ട്. പരാതിയെ തുടർന്ന് പോലീസ് ക്ഷേത്രത്തിനകത്തെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം പരിശോധിച്ചുവെങ്കിലും വ്യക്തമായിരുന്നില്ല. ഇതേ തുടർന്ന് പോലീസ് ഇരുവരുടെയും ദൃക്സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അനുരാധ പരാതി പിൻവലിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദേവസ്വം ജീവനക്കാർ തഞ്ചാവൂർ സ്വദേശികളായ അമ്മയെയും മകനെയും മർദ്ദിച്ചത് വിവാദമായിരുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പുതിയ ചാപ്റ്ററായ തൃശൂർ കൾച്ചറൽ സിറ്റിയുടെ ഉദ്ഘാടനം നടന്നു. JCI വേൾഡ് പ്രസിഡന്റ് ഷൈൻ ഭാസ്കരൻ ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI തൃപ്രയാർ പ്രസിഡന്റ് NP സ്വരാജ് അധ്യക്ഷനായിരുന്നു. പുതിയ ഭാരവാഹികൾക്ക് JCI സോൺ പ്രസിഡന്റ് രാംകുമാർ മേനോൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ സോൺ പ്രസിഡന്റ് റിജിൻ തോമസ്, സുധീർ അശോക്, അഡ്വക്കേറ്റ് CR രാകേഷ് ശർമ്മ, G വിനോദ്, VS ശശിധരൻ, അഡ്വക്കേറ്റ് PS ഈശ്വരൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന പത്രപ്രവർത്തകർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കണമെന്ന് തൃശൂരിൽ ചേർന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. PF പെൻഷൻ 1000 രൂപയാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ യോഗം സ്വാഗതം ചെയ്തു. PF പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബിൽ നടന്ന യോഗം ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി A മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷനായിരുന്നു. അലക്സാണ്ടർ സാമിനെ പ്രസിഡന്റായും ബാലകൃഷ്ണൻ കുന്നമ്പത്തിനെ സെക്രട്ടറിയായും N മൂസക്കുട്ടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. N ശ്രീകുമാർ, AK വിജയൻ, PPK ശങ്കർ, TA മുഹമ്മദ് അലി, K കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. പുരുഷ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് ഭാവഭേദങ്ങളുടെ നവരസക്കൂട്ട് ചാർത്താനായി ബ്രൂട്ട് ജെൻസ് ബ്യൂട്ടി ക്ലിനിക് പൂരനഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ മാരാ റോഡിലെ പ്ലാസ ടവറിൽ ആരംഭിച്ച ബ്രൂട്ട് ജെൻസ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ലിസ്റ്റോയ് നിർവഹിച്ചു. കൌൺസിലർ ലാലി ജെയിംസ്, OS നമ്പൂതിരി, ബ്യൂട്ടി ക്ലിനിക് ഉടമ ബിജേഷ് അവണൂർ, ഘോഷ് അവണൂർ, ഗിരീഷ് അവണൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഹെയർ കട്ടിംഗ്, ബോഡി മസാജ്, ബോഡി സ്പാ എന്നിവയും എല്ലാവിധ ഫേഷ്യലുകളും മികവാർന്ന രീതിയിൽ ബ്രൂട്ട് ജെൻസ് ബ്യൂട്ടി ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സൗന്ദര്യ രംഗത്ത് നാടൻ വെസ്റ്റേൺ രീതികൾ ഇടകലർത്തിയ നൂതന ആവിഷ്കാരമാണ് ബ്രൂട്ട് ജെൻസ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ സവിശേഷത. ബന്ധപ്പെടുക 9947222195. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കോൺഗ്രസ് പ്രതിനിധികൾ മദ്യശാലകൾക്ക് വേണ്ടി വാദിക്കുന്നത് മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് TN പ്രതാപൻ MLA. സർക്കാർ പ്രതിനിധികൾ മദ്യലോബിയുടെ പ്രതിനിധികളായി മാറിയെന്നും MLA. ശക്തമായ മഴയിലും ഇടിമിന്നലിലും ജില്ലയിൽ 10 വീടുകൾ ഭാഗികമായി തകർന്നു. ഇടിമിന്നലിൽ ഒരാൾക്ക് പരിക്കേറ്റു. പലയിടത്തും വ്യാപകമായ കൃഷിനാശം. ഒല്ലൂരിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ രാജു കൊക്കൻ റിമാൻഡിൽ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി സൂചന.